നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുട്ടനാട് രാമങ്കരിയിൽ ഭരണം പിടിച്ച കോൺഗ്രസ്. CPM വിമതരുടെ പിന്തുണയോടെയാണ് കുട്ടനാട് രാമങ്കരിയിൽ കോൺഗ്രസ് ഭരണം തിരിച്ചുപിടിച്ചത്. കോൺഗ്രസിലെ R. രാജുമോനെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. സംസ്ഥാനത്തെ 108 ആംബുലൻസ് ജീവനക്കാർ സമരത്തിലേക്ക്. മെയ് മാസത്തിലെ ശമ്പളം വൈകുന്നതിൽ പ്രതിഷേധിച്ചാണ് സമരം. ഒരാശുപത്രിയിൽ നിന്നും മറ്റൊരാശുപത്രിയിലേക്കുള്ള ട്രിപ്പുകൾ എടുക്കാതെയാണ് സമര പ്രഖ്യാപനം. ജില്ലയിൽ പക്ഷിപ്പനി പടരുന്നു. സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നിർദ്ദേശം. ചേർത്തലയിലും കഞ്ഞിക്കുഴിയിലും പക്ഷിപ്പനിയെന്ന നിഗമനം. മന്ത്രിയുടെ അധ്യക്ഷതയിൽ സ്ഥിതിഗതികൾ വിലയിരുത്തി. 73,601 പക്ഷികളെ കൊന്ന് മറവ് ചെയ്തു. ആലപ്പുഴ ജില്ലയുടെ തെക്കൻ മേഖലകളായ മാവേലിക്കര, ചാരുമൂട് കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിതരണം ചെയ്തിരുന്ന നിരവധി കേസുകളിൽ പ്രതിയായിരുന്ന ഷൈജു ഖാനെ നൂറനാട് എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു. വിശദമായ വാർത്തകളിലേക്ക്. കുട്ടനാട് രാമങ്കരിയിൽ ഭരണം തിരിച്ചുപിടിച്ച് കോൺഗ്രസ്. LDF വിമതരുടെ പിന്തുണയോടുകൂടിയാണ് കോൺഗ്രസ് ഭരണം തിരിച്ചുപിടിച്ചത്. കോൺഗ്രസിലെ R. രാജുമോനെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. കുട്ടനാട് രാമങ്കരിയിൽ ഭരണം പിടിച്ച് കോൺഗ്രസ്. CPM വിമതരുടെ പിന്തുണയോടെ കുട്ടനാട് രാമങ്കരി പഞ്ചായത്തിൽ കോൺഗ്രസ് ഭരണം പിടിച്ചെടുത്തു. കോൺഗ്രസിലെ R. രാജുമോനെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. തെരഞ്ഞെടുപ്പിന് മുമ്പ് അംഗങ്ങൾക്ക് CPM വിപ്പ് നൽകിയിരുന്നു. വിപ്പ് ലംഘിച്ചവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് CPM. പാർട്ടി മെമ്പർമായിട്ടാണല്ലോ ചിഹ്നത്തിൽ മത്സരിച്ച് 8 പേർക്കും വിപ്പ് കൊടുത്തു. ആ വിപ്പ് കൊടുത്ത സാഹചര്യത്തിൽ ഒരു ആൾ 4 പേരുടെ വിമതരെന്ന് പറയപ്പെടുന്ന 4 പേരിൽ ഒരാൾ മത്സരിക്കാൻ തയ്യാറായപ്പോഴായിരിക്കും ഒരു പക്ഷേ മറ്റുള്ളവർ മാറി വോട്ടിങ്ങാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. പാർട്ടി അറിഞ്ഞുകൊണ്ടാണോ പാർട്ടി അറിഞ്ഞുകൊണ്ടല്ല. പാർട്ടി കർശനമായ വിപ്പ് കൊടുത്തതാണ്. ആ വിപ്പ് ലംഘിച്ചവർക്കെതിരെ കൃത്യമായ നടപടി പാർട്ടി. ഈ രാമങ്കരി പോലുള്ള ഒരു CPM ശക്തി കേന്ദ്രത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ പ്രശ്നമല്ലേ? അത് കോൺഗ്രസ് ഫണ്ട് ഇവിടെ ഭരിച്ചിട്ടുണ്ട്. കോൺഗ്രസ് ഫണ്ടും ഈ പഞ്ചായത്ത് ഭരിച്ചിട്ടുണ്ട്. ഈ പഞ്ചായത്തിൻ്റെ ഒരു ഭരണം നഷ്ടപ്പെട്ടുകൊണ്ട് ഇവിടെ പാർട്ടിയുടെ യാതൊരു അടുക്കളയും നഷ്ടപ്പെട്ടില്ല. ജനപിന്തുണ കൂടിയിട്ട് വിശ്വാസത്തിൻ്റെ പ്രസിഡന്റായിട്ടും മോൾജി രാജേഷിനെ വൈസ് പ്രസിഡന്റായും മത്സരിക്കാൻ തീരുമാനിക്കുകയും അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും വിപ്പ് കൊടുക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിച്ചു, അദ്ദേഹം പിന്മാറിയല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? അതിനെക്കുറിച്ച് അറിയത്തില്ല. ഞാൻ യോഗത്തിൽ പങ്കെടുത്തില്ല. എൻ്റെ അറിവിതാണ് മറ്റേ എതിർകക്ഷികൾ വിമതരായിട്ടുള്ള ആൾക്കാർ മത്സരിക്കാൻ തയ്യാറായ അവസരത്തിൽ അവർ പിന്മാറി എന്നുള്ളതാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഈ വിപ്പ് ലംഘിച്ച ആൾക്കാരെ നടപടി എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. തീർച്ചയായിട്ടും വിപ്പ് ലംഘിച്ചൊക്കെ പാർട്ടിയുടെ കൃത്യമായ നടപടി ഉണ്ടാവും. LDFന്റെ പ്രതിനിധികൾക്ക് വിപ്പുണ്ട് എന്ന് ആകാശത്തൂടെ വായുവിൽ പറക്കുന്നതല്ലാതെ നേരിട്ട് തരുവാൻ ഇവരാരും തയ്യാറായിട്ടില്ല. വിപ്പ് എന്താ ഞങ്ങളാരും കണ്ടിട്ടില്ല. എന്നിരുന്നാലും നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ രാമങ്കരിയിലെ 2 LC അംഗങ്ങൾ അടക്കമുള്ള ആളുകളാണ് പഞ്ചായത്ത് മെമ്പറായിട്ടുള്ളത്. അതിലൊരു LC അംഗം ഔദ്യോഗിക പക്ഷത്തുള്ള CPMന്റെ ബിൻസ് ജോസഫ് എന്ന ആളെ നിർദ്ദേശിക്കുകയും മോൾജി രാജേഷ് എന്ന് പറയുന്ന LDF അംഗം പിന്താങ്ങുകയും ചെയ്തപ്പോൾ ഈ ബിൻസ് എന്ന് പറയുന്ന മഹാമാന്യൻ കോൺഗ്രസിന് വേണ്ടി ഇവരുടെ ഏരിയ നേതൃത്വവും പ്രാദേശിക LC നേതൃത്വം കൂടി അറിഞ്ഞുകൊണ്ടുള്ള ഒരു നാടകം കളിച്ചുകൊണ്ട് പിന്മാറുകയുണ്ടായി. എന്നാൽ രാമങ്കരിയിലെ ഇടതുപക്ഷ വിശ്വാസികൾക്ക് കോട്ടം തട്ടാതെ ഇടതുപക്ഷത്തിൻ്റെ കരുത്ത് ഇവിടെ ഉണ്ട്. ഞങ്ങൾ ഇടതുപക്ഷം ഈ അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെ ശക്തമായി പ്രതികരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ മത്സരിക്കുകയുണ്ടായി. വളരെ വീറോടെ തന്നെ മത്സരിച്ചു. ഞങ്ങൾ ഇടതുപക്ഷത്തിന് വേണ്ടി വോട്ട് ചെയ്ത് ജനപ്രതിനിധികളാക്കി തിരഞ്ഞെടുത്ത ആളുകളെ ഒരിക്കലും വഞ്ചിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. രാമങ്കരിയിലെ ശരിയായ ഇടതുപക്ഷം ഞങ്ങൾ തന്നെയാണെന്ന് അഭിമാനത്തോടെ പറയുകയാണ്. ഈ അവിശുദ്ധ കൂട്ടുകെട്ട് ഭരണം നടത്തി ഈ രാമങ്കരി പഞ്ചായത്തിനെ കൊള്ളയടിക്കാൻ ഒരുങ്ങിയാൽ അതിനെതിരെ ശക്തമായ സമരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ അണിനിരത്തി ഈ വിശ്വാസ വഞ്ചകരെ, വർഗവഞ്ചകരെ ഞങ്ങൾ പ്രതിരോധിക്കും. CPM വിപ്പ് ഞങ്ങൾക്ക് തന്നിട്ടില്ല. CPMന്റെ SC അംഗമായ പരുത്തിപ്പറമ്പിൽ അശോകൻ എന്ന വ്യക്തി എന്നെ വിളിച്ചു. എൻ്റെ അടുത്ത് പറഞ്ഞു, വിപ്പ് തണ്ടേ, വിപ്പ് അവിടെ കൊണ്ട് എത്തിക്കണം. ഞാൻ എൻ്റെ സഹോദരിയുടെ ഭർത്താവിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ നിൽക്കുകയാണ്, വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞു. പക്ഷേ ഇതുവരെ വിപ്പ് എന്താണെന്ന് ഞങ്ങളാരും കണ്ടിട്ടില്ല. ഈ 4 മെമ്പർമാർക്കും കൈപ്പറ്റിയില്ല എന്ന് പറയുന്നത് എന്തൊരു ബാലിശമായ ഇടപെടൽ. ഇത് രജിസ്റ്റേർഡായിട്ടോ അല്ലാതെയൊക്കെ അത് ചെയ്യേണ്ട ഒരു നടപടിക്രമമുണ്ട്. അതാണ് ഞങ്ങൾ കണ്ടിരിക്കുന്നത്. പക്ഷേ വിപ്പുണ്ടെന്ന് പറയുന്നത് ജില്ലാ സെക്രട്ടറിയാണ് അത് പറയേണ്ട. വിപ്പുണ്ടെങ്കിലും ജില്ലാ സെക്രട്ടറി മറുപടി പറയണം. ഈ വിപ്പ് ലംഘിച്ചാണ് ഇവർ വോട്ട് ചെയ്തെങ്കിൽ ഇവരെ അയോഗ്യരാക്കുവാൻ വേണ്ടി ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കുന്നതാണ്. ഞങ്ങൾ പരാതി കൊടുക്കും. CPM വിമതനായിരുന്ന മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് രാജേന്ദ്രകുമാറിനെ UDF പിന്തുണയോടെ നേരത്തെ പുറത്താക്കിയിരുന്നു. ഇതേ തുടർന്നാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നത്. ടൈനൂസ്, ആലപ്പുഴ. ജില്ലയിൽ പക്ഷിപ്പനി പടരുന്നു. സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നിർദ്ദേശം നൽകി. ചേർത്തലയിലും കഞ്ഞിക്കുഴിയിലും പക്ഷിപ്പനിയെന്ന നിഗമനം. മന്ത്രി P. പ്രസാദിന്റെ നേതൃത്വത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്തി.
73,601 പക്ഷികളെയാണ് കള്ളിങ്ങിലൂടെ കൊന്നത്. പക്ഷിപ്പനി ഏതാണ്ട് സ്ഥിരീകരിച്ചതിനാൽ ചേർത്തല താലൂക്കിലും ജൈവ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാനുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നിർദ്ദേശം. ചേർത്തല നഗരസഭ, കഞ്ഞിക്കുഴി പഞ്ചായത്ത് പ്രദേശങ്ങളിലാണ് രോഗബാധ ഏതാണ്ട് ഉറപ്പിച്ചത്. ഭോപ്പാലിലെ ലാബിൽ നിന്നുള്ള ഫലം കിട്ടിയാലേ ഔദ്യോഗിക സ്ഥിരീകരണം ലഭിക്കൂ. മുഹമ്മ പഞ്ചായത്തിൽ പക്ഷിപ്പനി കണ്ടെത്തിയിരുന്നു. ഈ പ്രദേശങ്ങളുടെയെല്ലാം 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള പഞ്ചായത്തുകളിൽ പക്ഷികളെ വളർത്തുന്നവർ കർശന സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നാണ് നിർദ്ദേശം. മുഹമ്മയിൽ ചത്തുവീണ കാക്കകളുടെ സാമ്പിൾ പരിശോധനാ ഫലം ഭോപ്പാലിലെ ലാബിൽ നിന്നും ഇന്ന് കിട്ടിയേക്കും. ജില്ലയിൽ ഇതുവരെ 73,601 വളർത്തു പക്ഷികളെ കൊന്നു മറവ് ചെയ്തു. ഇതിൽ 60,127 താറാവുകളാണ്. കോഴി 1,227, കാട കോഴി 952, ടർക്കി 8, കൂടാതെ അലങ്കാര പക്ഷികൾ ഉൾപ്പെടെ 203 വളർത്തു പക്ഷികളെയും കൊന്നു മറവ് ചെയ്തിട്ടുണ്ട്. ചേർത്തലയിൽ കാക്കകളിലും പക്ഷിപ്പനിയെന്ന സംശയം. കാക്കകളുടെ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്കായി ഭോപ്പാലിലെ ലാബിലേക്ക് അയച്ചു. ചേർത്തലയിൽ കാക്കകളിലും പക്ഷിപ്പനി എന്ന സംശയം. പക്ഷിപ്പനി വ്യാപിച്ച പ്രദേശത്ത് ചത്തുവീണ കാക്കകളുടെ സാമ്പിൾ മൃഗസംരക്ഷണ വകുപ്പ് ശേഖരിച്ച് ഭോപ്പാലിലെ ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. ഭോപ്പാലിലെ പരിശോധനാ ഫലം വന്ന ശേഷമേ ഔദ്യോഗിക സ്ഥിരീകരണം ലഭിക്കൂ. സംസ്ഥാനത്ത് പക്ഷിപ്പനി വ്യാപകമാകുമ്പോഴും കാക്കകളിൽ ഇതുവരെ കണ്ടെത്തിയിരുന്നില്ല. പക്ഷിപ്പനി വ്യാപിച്ച പ്രദേശത്ത് അസ്വാഭാവികമായി ചത്തുകിടക്കുന്ന കാക്കയെയാണ് സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചത്. ദേശാടന പക്ഷികളിൽ നിന്നാണ് കേരളത്തിൽ പക്ഷിപ്പനി പടരുന്നത്. വളർത്തു പക്ഷികളെയും ദേശാടന പക്ഷികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വിഭാഗമായാണ് കാക്കകളെ കണക്കാക്കുന്നത്. ടൈനൂസ്, ആലപ്പുഴ. മഹിളാ കോൺഗ്രസ് നേതൃയോഗവും KC വേണുഗോപാൽ MPയുടെ വിജയാഘോഷവും സംഘടിപ്പിച്ചു. അരൂർ ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. അരൂർ ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നേതൃസംഗമവും KC വേണുഗോപാൽ MPയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ആഹ്ലാദ സൂചകമായി കേക്ക് മുറിച്ച് വിജയാഘോഷവും സംഘടിപ്പിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് നജ്മല ബക്ക് അധ്യക്ഷയായി. നേതൃയോഗം ജില്ലാ വൈസ് പ്രസിഡന്റ് ഉഷ അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ബിജി സന്തോഷ് സ്വാഗതവും ട്രഷറർ സൂസൻ ശശിധരൻ നന്ദിയും പറഞ്ഞു. മഹിളാ കോൺഗ്രസ് ജില്ലാ ഭാരവാഹികളായ ബിന്ദു ഷാജി, മോളി ജസ്റ്റിൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മേരിദാസൻ, മഹിളാ കോൺഗ്രസ് നേതാക്കളായ ലീലാമ്മ അൻഡുത്തൻ, മല്ലിക വിജയൻ, വഹിദ കമറുദ്ദീൻ, സേതുലക്ഷ്മി, മാലതി, സിനി നിഷാദ്, സൂര്യ പീറ്റർ, മഞ്ജു സദിക, പ്രിയ രാജീവ്, സെലീന തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. ടൈനൂസ്, അരൂർ. ആലപ്പുഴ ജില്ലയിലെ ഒറ്റമശ്ശേരി ഉൾപ്പെടെ കടലാക്രമണം രൂക്ഷമായ 10 ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തി ജലവിഭവ വകുപ്പ്. ആലപ്പുഴ ജില്ലയിലെ ഒറ്റമശ്ശേരി ഉൾപ്പെടെ കടലാക്രമണം അതിരൂക്ഷമായ 10 ഹോട്ട്സ്പോട്ടുകൾ ജലവിഭവ വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ടെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. കൊല്ലങ്കോട്, ശംഖുമുഖം, ആലപ്പാട്, എറണാകുളം ജില്ലയിലെ ചെല്ലാനം, കൊടുങ്ങല്ലൂർ, പൊന്നാനി, കാപ്പാട്, തലശ്ശേരി, വലിയപറമ്പ് എന്നിവയാണ് മറ്റ് സ്ഥലങ്ങൾ. ഓരോ സ്ഥലത്തും യോജിച്ച കടൽ സംരക്ഷണ രീതികളെക്കുറിച്ച് നാഷണൽ സെന്റർ ഫോർ കോസ്റ്റൽ റിസർച്ച് പഠിക്കുന്നുണ്ട്. ചെല്ലാനത്ത് ടെട്രോപാഡ് ഉപയോഗിച്ചുള്ള കടൽഭിത്തി നിർമ്മിക്കും. ആലപ്പാടും കൊല്ലങ്കോട്ടും DPR തയ്യാറാക്കി കിഫ്ബി ഫണ്ടിനായി സമർപ്പിച്ചിരിക്കുകയാണ്. ടൈനൂസ്, ആലപ്പുഴ. സംസ്ഥാനത്തെ 108 ആംബുലൻസ് ജീവനക്കാർ സമരത്തിലേക്ക്. മെയ് മാസത്തെ ശമ്പള കുടിശ്ശിക നൽകാത്തതാണ് സമരത്തിലേക്ക് നീങ്ങുന്നത്. ഒരു ആശുപത്രിയിൽ നിന്നും മറ്റൊരു ആശുപത്രിയിലേക്കുള്ള ട്രിപ്പ് എടുക്കാതെയാണ് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ 108 ആംബുലൻസ് ജീവനക്കാർ സമരത്തിലേക്ക്. മെയ് മാസത്തെ ശമ്പളം വൈകുന്നതിൽ പ്രതിഷേധിച്ചാണ് സമരം. ഒരു ആശുപത്രിയിൽ നിന്ന് മറ്റൊരു ആശുപത്രിയിലേക്കുള്ള ട്രിപ്പുകൾ എടുക്കാതെയാണ് സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. മെയ് മാസത്തെ ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്നാണ് CI2ന്റെ ആഭിമുഖ്യത്തിൽ നിസ്സഹകരണ സമരം തുടങ്ങിയത്. ജൂൺ 11 ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് ആരംഭിച്ച സമരം ശമ്പളം ലഭിക്കുന്നതുവരെ തുടരുമെന്ന് ജീവനക്കാർ പറയുന്നു. ഇതോടെ വിദഗ്ധ ചികിത്സയ്ക്ക് ഒരാശുപത്രിയിൽ നിന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക് രോഗികളെ മാറ്റുന്നതിന് 108 ആംബുലൻസിന്റെ സേവനം ലഭിക്കാത്ത സാഹചര്യം സംജാതമായി. പദ്ധതിയുടെ നടത്തിപ്പ് ചുമതലയുള്ള ഹൈദരാബാദ് ആസ്ഥാനമായ സ്വകാര്യ സ്ഥാപനമാണ് ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നത്. 50 കോടിയിലേറെ രൂപ സർക്കാരിൽ നിന്ന് ലഭിക്കാനുണ്ടെന്ന് കമ്പനി പറയുന്നു. ജീവനക്കാരുടെ ശമ്പളം വൈകിപ്പിച്ച് സർക്കാരിനെതിരെ തിരിക്കുന്ന നിലപാടാണ് സ്വകാര്യ കമ്പനി സ്വീകരിക്കുന്നതെന്ന് ആരോപണം ഉയർന്നിട്ടുണ്ട്. കമ്പനിയുമായുള്ള മുൻ ധാരണ പ്രകാരം എല്ലാ മാസവും 7-ാം തീയതിക്ക് മുൻപ് ശമ്പളം നൽകിയിരുന്നു. എന്നാൽ ഈ മാസം മുന്നറിയിപ്പും നൽകാതെയാണ് ശമ്പളം വൈകിപ്പിക്കുന്നതെന്നാണ് ജീവനക്കാരുടെ ആരോപണം. സ്കൂൾ അധ്യയന വർഷം ആരംഭിച്ച വേളയിൽ ശമ്പളം വൈകുന്നത് ജീവനക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായും യൂണിയൻ ആരോപിക്കുന്നു.
108 ആംബുലൻസ് സേവനം ഭാഗികമായി നിലച്ചതോടെ ആശുപത്രികളിൽ നിന്നുള്ള IFT കേസുകൾക്ക് മറ്റ് സ്വകാര്യ ആംബുലൻസുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. അധികൃതർ ഇടപെട്ട തുടർ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ജീവനക്കാരുടെ ആവശ്യം. പൊതുജനത്തിൻ്റെ അവശ്യ സേവനം തടയുന്നത് അനുവദിക്കാൻ കഴിയില്ലെന്ന് കമ്പനി അധികൃതർ പറയുന്നു. ജീവനക്കാരുടെ ശമ്പളം കഴിഞ്ഞ മാസങ്ങളിൽ കൃത്യമായി നൽകിയതാണെന്നും മെയ് മാസത്തെ ശമ്പളം ഉടൻ വിതരണം ചെയ്യുമെന്നും അധികൃതർ വ്യക്തമാക്കുന്നു. ടൈം ന്യൂസ്, ആലപ്പുഴ. ഗൂഗിൾ മാപ്പ് വഴിതെറ്റിച്ചു. തെലങ്കാന സ്വദേശികളുടെ വാഹനം തോട്ടിലേക്ക് ചരിഞ്ഞു. ചേർത്തല തണ്ണീർമുക്കം കട്ടച്ചിറ ജംഗ്ഷന് സമീപമാണ് സംഭവം. ഗൂഗിൾ മാപ്പ് ചതിച്ചു തെലങ്കാന സ്വദേശികളുടെ വാഹനം തോട്ടിൽ വീണു. തണ്ണീർമുക്കം 5-ാം വാർഡിൽ കട്ടച്ചിറ ജംഗ്ഷന് തെക്കുവശം തെലങ്കാന സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന ഇന്നോവ കാർ തോട്ടിലേക്ക് വീണത്. വാഹനത്തിൻ്റെ പിൻചക്രങ്ങൾ മാത്രമാണ് തോട്ടിലേക്ക് വീണ് എന്നതിനാൽ വാഹനയാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ബുധനാഴ്ച രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിലെ കളരിക്കൽ സ്റ്റുഡിയോ ഹെൽത്ത് സെൻ്റർ റോഡ് അവസാനിക്കുന്ന സ്ഥലത്താണ് സംഭവം നടന്നത്. തെലങ്കാന സ്വദേശികളായ 6-അംഗ സംഘം മധുര ക്ഷേത്ര ദർശനത്തിന് ശേഷം കൊല്ലം ആലപ്പുഴ വഴി മൂന്നാറിലേക്ക് ഗൂഗിൾ മാപ്പിട്ട് യാത്ര ചെയ്യുമ്പോഴാണ് ഗൂഗിൾ മാപ്പ് തെറ്റായ വഴി കാണിച്ചതുമൂലം തെലങ്കാന സ്വദേശികളുടെ വാഹനം തോട്ടിൽ വീഴാൻ കാരണമായത്. തെലങ്കാന സ്വദേശികളായിരുന്നു അവർ മൂന്നാർ പോകാനായിട്ട് വന്നതാണ്. അപ്പം അവർ ഗൂഗിൾ മാപ്പ് നോക്കി വന്ന വഴി നമ്മുടെ ഈ ചെറിയ ഇടവഴിയാണ് അവർ കാണിച്ചത്. അവർ ഇവിടെ വന്നപ്പോഴത്തേക്കും അവരുടെ ഗൂഗിൾ മാപ്പിൻ്റെ തീർന്നു. അപ്പോൾ അവരവിടെ വളച്ച വഴി സ്ഥലത്തെക്കുറിച്ച് കൂടുതൽ പരിചയമില്ലാത്തവരാണ്, ചെറുപ്പക്കാരായിരുന്നു. അപ്പോൾ വണ്ടി പാലത്തിൽ നിന്ന് ബാക്ക് വീൽ രണ്ടും താഴത്തേക്ക് പോയി. അപ്പോൾ ഒരു 1-2 മണിക്കൂറിന് ശേഷം ഞങ്ങളത് JCB ഒക്കെ വിളിച്ച് ഞങ്ങൾ നാട്ടുകാരുടെ സഹായത്തോടെ അവരെ കയറ്റിവിടുമായിരുന്നു. സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തിയ പ്രദേശവാസികൾ ചേർന്ന് JCB വിളിച്ച് ഇതിനുശേഷം നാട്ടുകാരും ചേർന്ന് വാഹനം പൊക്കി കരക്കെത്തിക്കുകയായിരുന്നു. 2 മണിക്കൂർ ശ്രമഫലമായാണ് വാഹനം തോട്ടിൽ നിന്ന് കരക്കെത്തിച്ചത്. വാഹനത്തിന് കാര്യമായ കേടുപാടുകൾ സംഭവിക്കാത്തതിനെ തുടർന്ന് സംഘം മൂന്നാറിലേക്ക് യാത്ര തിരിച്ചു. പള്ളിപ്പുറം ഇൻഫോ പാർക്ക്, വയലാർ, നാഗംകുളങ്ങര എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം പണി നിലച്ചു. സമീപത്തെ സ്ഥലമെടുപ്പ് ജോലികളും നിലച്ചു. സാമ്പത്തിക പ്രതിസന്ധിയാണ് കാരണം. പള്ളിപ്പുറം ഇൻഫോ പാർക്ക്, വയലാർ, നാഗംകുളങ്ങര പാലം നിർമ്മാണം തുടങ്ങുന്നത് വൈകുന്നു. സമീപ റോഡിനായുള്ള സ്ഥലമെടുപ്പ് നടപടികളും നിലച്ചു. കിഫ്ബിയിലാണ് 100 കോടി രൂപ ചെലവിൽ ഇൻഫോ പാർക്ക്, വയലാർ പാലം നിർമ്മാണ പദ്ധതിയുള്ളത്. ഇൻഫോ പാർക്ക് യാഥാർത്ഥ്യമായാൽ പള്ളിപ്പുറത്ത് നിന്ന് ദേശീയപാതയിലേക്ക് നേരിട്ടെത്താൻ കഴിയും. പള്ളിപ്പുറം ഇൻഫോ പാർക്കിന് സമീപത്തെ തിരുനെല്ലൂർ കടവ് മുതൽ വയലാറിലെ നാഗംകുളങ്ങര കടവ് വരെയാണ് പാലം നിർമ്മാണം. സംസ്ഥാനത്ത് കിഫ്ബി പൊതുവായി നീട്ടിവച്ചിരിക്കുന്ന പദ്ധതികളിൽ ഒന്നാണ് ഇൻഫോ പാർക്ക്, വയലാർ പാലം. സാമ്പത്തിക പ്രതിസന്ധിയാണ് പ്രധാന കാരണം. കിഫ്ബി എടുത്തിരിക്കുന്ന മുൻഗണനാ പദ്ധതികളിൽ ഇൻഫോ പാർക്ക് പാലം ഉൾപ്പെട്ടിട്ടില്ല എന്നാണ് അധികൃതർ പറയുന്നത്. സ്ഥലമെടുപ്പ് നടപടികൾ ഇപ്പോൾ പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. ഈ കരയിലും അക്കരയിലുമുള്ള ആൾക്കാർക്ക് ഇങ്ങോട്ട് സർവീസ് ചെയ്യാൻ അങ്ങോട്ട് വരുമ്പോൾ ഇവിടെ കോളേജുണ്ട്, NSS കോളേജ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കോളേജാണ് ഇവിടെ. അതുപോലെ തന്നെ ഇവിടെയുണ്ട് നമുക്ക് വിദ്യാഭ്യാസ മേഖലകൾ ഒരുപാട് നിൽക്കുന്ന സ്ഥലങ്ങളാണ്. അതുപോലെ തന്നെ വൈക്കം മേഖലയിലേക്ക് മത്സ്യബന്ധനത്തിനായാലും പോകാനായിട്ടായാലും അതുപോലെ ഒരു മത്സ്യം കൊണ്ടുപോകാനായിട്ടായാലും ഏറ്റവും പ്രയോജന ഒരു പാലമാണ് ഇത്. അത് നല്ല സന്തോഷമാണ്, കിട്ടിയാൽ നമുക്കെല്ലാം ഭാഗ്യം. പക്ഷേ ചില നമ്മുടെ ഈ റോഡിൻ്റെ അതും ആയിട്ടുള്ള ആ ഒരു ചെറിയ തടസ്സങ്ങൾ മാത്രമേ ഉള്ളൂ. പാലത്തിൻ്റെ എല്ലാം ഫയലിങ്ങിൻ്റെയും മണ്ണ് ടെസ്റ്റിൻ്റെയും എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഇൻഫോ പാർക്കിന്റെയും ഫുഡ് പാർക്ക് ഉൾപ്പെടുന്ന വ്യവസായ മേഖലകളുടെയും പ്രാദേശികമായ വികസനം ലക്ഷ്യമിട്ടാണ് പാലം നിർമ്മാണത്തിന് സംസ്ഥാന സർക്കാർ 5 വർഷം മുമ്പ് പദ്ധതി പ്രഖ്യാപിച്ചത്. സ്ഥലമെടുപ്പിന് ഉടമകളുമായുള്ള ചർച്ചയും വിലയും നിശ്ചയിക്കലും തുടങ്ങിയിരുന്നു. ഇപ്പോൾ അതും പൂർണ്ണമായും നിലച്ച അവസ്ഥയിലാണ്. കിഫ്ബിയുടെ കീഴിൽ കേരള റോഡ് ഫണ്ട് ബോർഡാണ് നിർമ്മാണ ഏജൻസി. തിരുനെല്ലൂർ ഭാഗത്ത് 137 സെന്റ് സ്ഥലവും നാഗംകുളങ്ങരയിൽ 186 സെന്റ് സ്ഥലവുമാണ് പാലം നിർമ്മാണത്തിനായി ഏകദേശം ഏറ്റെടുക്കേണ്ടുന്നത്. 650 മീറ്റർ നീളത്തിലും ഇരുവശങ്ങളിലും നടപ്പാത ഉൾപ്പെടെ 11 മീറ്റർ വീതിയിലുമാണ് പാലം നിർമ്മിക്കുക. ടൈം ന്യൂസ്, ചേർത്തല. ആലപ്പുഴ ജില്ലയുടെ തെക്കൻ ഭാഗങ്ങളായ മാവേലിക്കര താലൂക്കിലെ ചാരുമൂട് എന്നിവിടങ്ങളിൽ കഞ്ചാവ് വിറ്റിരുന്ന യുവാവിനെ എക്സൈസ് സംഘം വലയിലാക്കി. ആലപ്പുഴ ജില്ലയിൽ തെക്കൻ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് മാവേലിക്കര താലൂക്കിൽ ചാരുമൂട് കേന്ദ്രീകരിച്ച കഞ്ചാവ് മൊത്തക്കച്ചവടക്കാർക്കും ചില്ലറ കച്ചവടക്കാർക്കും വിതരണം ചെയ്തിരുന്ന കുപ്രസിദ്ധ ഗുണ്ടയും നിരവധി കേസുകളിലെ പ്രതിയുമായ ഷൈജു ഖാൻ എന്ന വിളിപ്പേരുള്ള ഖാൻ നൂർനാട് എക്സൈസ് സംഘത്തിന്റെ പിടിയിലായി. 13-ാം തീയതി വ്യാഴാഴ്ച രാവിലെ നൂർനാട് എക്സൈസ് ഇൻസ്പെക്ടർ P. ജയപ്രസാദിന്റെ നേതൃത്വത്തിൽ എക്സൈസ് സംഘം ഷൈജു ഖാന്റെ നൂർനാട് വില്ലേജിൽ പുതുപ്പള്ളിക്കുന്നത്തുള്ള വീട് വളഞ്ഞ് നടത്തിയ പരിശോധനയിൽ 1.5 കിലോ കഞ്ചാവുമായി പിടിയിലാവുകയായിരുന്നു.
മാവേലിക്കര താലൂക്കിലെ വിവിധ കോളേജ്, സ്കൂൾ കുട്ടികൾക്കും മറ്റു ചെറുപ്പക്കാർക്കും ചെറുകിട കച്ചവടക്കാർക്കും ഷൈജു ഖാനാണ് കഞ്ചാവ് വിതരണം ചെയ്തിരുന്നത്. മാസങ്ങളായി എക്സൈസ് ഷാഡോ ടീമിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇയാൾ. നിരവധി മയക്കുമരുന്ന് കേസുകളിലെയും ക്രിമിനൽ കേസുകളിലെയും പ്രതിയാണ് ഷൈജു ഖാൻ. എസ് കനാലിന്റെ തിട്ടയിടിഞ്ഞ് അപകട ഭീഷണി ഉയർത്തുന്നു. കലവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപമാണ് കനാൽ റോഡ് തകർന്നത്. കഞ്ഞിക്കുഴി മുതൽ കലവൂർ വരെ പോകുന്ന കനാലിന് സമീപമുള്ള റോഡാണ് തകർന്നിരിക്കുന്നത്. എസ് കനാലിന്റെ തിട്ട ഇടിഞ്ഞത് അപകട ഭീതി പരത്തുന്നു. കലവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപമാണ് കനാൽ തീര റോഡ് തകർന്നത്. 40 മീറ്ററോളം ഭാഗം റോഡ് തകർന്നിട്ടുണ്ട്. അടിഭാഗം മണ്ണൊലിച്ചു പോയതിനാൽ വലിയ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയില്ല. മഴ കനക്കുന്ന സാഹചര്യമായതിനാൽ റോഡിന്റെ തിട്ട ഇനിയും ഇടിയാൻ സാധ്യതയുണ്ട്. ദേശീയപാതയ്ക്ക് സമാന്തരമായി കഞ്ഞിക്കുഴി മുതൽ കലവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം വരെ നീളുന്ന റോഡാണിത്. ഭാരം കയറ്റിയ വാഹനങ്ങൾ പോകുമ്പോൾ കനാൽ തീരം ഇടിഞ്ഞ് അപകടമുണ്ടാകുക പതിവായിരുന്നു. ഇതേ തുടർന്നാണ് കനാൽ തീരം കരിങ്കല്ല് കെട്ടി ബലപ്പെടുത്തിയത്. എന്നാൽ ഇടയ്ക്കിടെ തീരം ഇടിയുന്ന പ്രവണത പിന്നെയും ഉണ്ടായിട്ടുണ്ട്. കരിങ്കൽ ചിറയ്ക്ക് കീഴിലെ മണ്ണൊലിപ്പാണ് തിട്ട ഇടിയാൻ കാരണമെന്ന് പറയുന്നുണ്ടെങ്കിലും നിർമ്മാണ രീതിയിലെ പിഴവാണ് കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ടൈനൂസ് മുഹമ്മദ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുട്ടനാട് രാമങ്കരിയിൽ ഭരണം പിടിച്ച കോൺഗ്രസ്. CPM വിമതരുടെ പിന്തുണയോടെയാണ് കുട്ടനാട് രാമങ്കരിയിൽ കോൺഗ്രസ് ഭരണം തിരിച്ചുപിടിച്ചത്. കോൺഗ്രസിലെ R രാജുമോനെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. സംസ്ഥാനത്തെ 108 ആംബുലൻസ് ജീവനക്കാർ സമരത്തിലേക്ക്. മെയ് മാസത്തിലെ ശമ്പളം വൈകുന്നതിൽ പ്രതിഷേധിച്ചാണ് സമരം. ഒരാശുപത്രിയിൽ നിന്നും മറ്റൊരാശുപത്രിയിലേക്കുള്ള ട്രിപ്പുകൾ എടുക്കാതെയാണ് സമര പ്രഖ്യാപനം. ജില്ലയിൽ പക്ഷിപ്പനി പടരുന്നു. സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നിർദ്ദേശം. ചേർത്തലയിലും കഞ്ഞിക്കുഴിയിലും പക്ഷിപ്പനിയെന്ന നിഗമനം. മന്ത്രിയുടെ അധ്യക്ഷതയിൽ സ്ഥിതിഗതികൾ വിലയിരുത്തി. 73,601 പക്ഷികളെ കൊന്ന് മറവ് ചെയ്തു. ആലപ്പുഴ ജില്ലയുടെ തെക്കൻ മേഖലകളായ മാവേലിക്കര, ചാരുമൂട് കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിതരണം ചെയ്തിരുന്ന നിരവധി കേസുകളിൽ പ്രതിയായിരുന്ന ഷൈജു ഖാനെ നൂറനാട് എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമായി. നമസ്കാരം.